ഇന്ന് ജാനുവരി 3 ഒരു ഏകദേശം 5 മണിയായിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ പ്രഗ്നൻ്റ് ആയിട്ട് 7 മാസം ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിലാണ്. അപ്പോൾ ഇത്രയും കാലം റെസ്റ്റിലായിരുന്നു. അപ്പം ടെമ്പിളിൽ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് 2 ടെമ്പിൾ വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് രാവിലത്തെ റാഗിയാണ്. കുറച്ച് എന്തെങ്കിലും കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഞങ്ങളുടെ അയൺ ബോക്സ് ചെറിയ പണിയാക്കി. അപ്പോൾ ഞങ്ങൾ ട്രഡീഷണൽ രീതിയിൽ അയൺ ചെയ്യണതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ കുപ്പികളൊക്കെ ഇട്ട് കിലുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ 6 മാസമായിട്ട് റെസ്റ്റിലായിരുന്നു. കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ഒരു പ്രഗ്നൻസി ആയിരുന്നു. അപ്പോൾ 6 മാസം വീട്, ഹോസ്പിറ്റൽ, അതായിരുന്നു ജീവിതം. ഇപ്പം പുറത്തിറങ്ങാൻ പോവുകയാണ്. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഇന്ന് കുറേ കാലത്തിന് ശേഷം പപ്പു ന്യൂ ഇയർ ആയിട്ട് വന്നതാണ്. അപ്പം ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. ഞങ്ങളുടെ പ്രഗ്നൻസി സ്പെഷ്യൽ. ഇത്രയും കാലം റെസ്റ്റായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് സമയം കിട്ടി, സൗകര്യം കിട്ടിയിട്ടുണ്ട്. എത്ര മാസം? ഇത് 7-ാം മാസം തുടങ്ങി, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് 1ാമത്തെ ഡേയോ 2ാമത്തെ ഡേയോ എന്തോ ആണ്. ജാൻ 2 അല്ല 3 ആണ്, സാറ്റർഡേ ആണ്. അപ്പോൾ അമ്മ വീടിൻ്റെ അവിടെ കയറി നിൽക്കുന്നുണ്ട്. ഞാൻ റാഗി കുടിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങും. അപ്പോൾ ഇന്ന് 2 അമ്പലത്തിലേ പോകുന്നുള്ളൂ. ഒരുപാട് 2-3 അമ്പലത്തിൽ പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ അമ്മയ്ക്ക് ലീവില്ല. അപ്പം ഞങ്ങൾ രാവിലത്തെ റുട്ടീൻ മാത്രം കാണിച്ചിട്ട് ഒരു ചെറിയ വ്ളോഗ് എടുക്കും ഫോർ അവർ മെമ്മറി പർപ്പസ്. ചിയേഴ്സ്, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഇപ്പം ഞങ്ങൾ റെഡി ആയിട്ട് പതുക്കെ ഇറങ്ങുകയാണ്. അപ്പോൾ ഇന്ന് തിരുവാതിരയാണ്. നല്ല തണുപ്പും കാറ്റും ഒക്കെയാണ് ഇന്ന്. ഞാനേ ചെന്നൈയിലിരിക്കുമ്പോഴേ നല്ലോണം ആഗ്രഹിച്ചതാണ്. അവിടെ തിരക്കും പൊല്യൂഷനും പിന്നെ മെട്രോവും കിട്ടുന്നത് കൊണ്ട് നല്ല തിരക്കാണ്. എന്തൊരു സമാധാനമാണ് ഇവിടെ ഓട്ടിക്കുമ്പോൾ കാറ്. കേരളം തന്നെയാണ് മൊത്തം. ഈ തണുപ്പ് എന്തൊരു ഇഷ്ടമാണ് എനിക്ക്. പിന്നെ അമ്പലത്തിലോട്ട് പോണത് വേറെ ലെവലാ. കാലത്ത് എവിടെയും കിട്ടൂല ഈ എക്സ്പീരിയൻസ്. വരുന്ന വഴിയിൽ വീട്ടിൽ നിന്ന് അമ്മേനെ പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ ആദ്യം ഉത്രത്തിക്കാവിക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഈ വഴി ഓർമ്മയുണ്ടോയെന്നറിയില്ല, നമ്മൾ പൂരം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഉത്രത്തിൽക്കാവിക്കാണ് പോണത്. അപ്പോൾ ഏകദേശം ഞങ്ങൾ കാവിൻ്റെ അടുത്ത് എത്താറായി. അപ്പോൾ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദേവീനെ ഒരു പ്രത്യേക പോർഷനിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ടെമ്പിൾ അതിൻ്റെ ഒരു ഫുൾ ഭംഗിയിലൊന്നും കാണാൻ പറ്റില്ലായിരിക്കും.
നെയ്വിളക്ക് പ്രാർത്ഥിച്ചു. അങ്ങനെ ഉത്രത്തിക്കാവിലുള്ള വിഷ്ണു ദേവനെയും കണ്ടു, ദേവീനെയും കണ്ടിട്ട് സന്തോഷം വഴി ഞങ്ങൾ ഇവിടുന്ന് ഇനി അടുത്തത് പോകുന്നത് പരിയാനംപറ്റക്കാവിലേക്കാണ്. പരിയാനംപറ്റക്കാവിലാണ് കല്യാണം നടന്നത്. അപ്പോൾ അത് കുറച്ച് സ്പെഷ്യലാണ് അവിടെ പോകുന്നതും ദേവീനെ പ്രാർത്ഥിക്കുന്നതും ഒക്കെ. അവിടെയും കുറച്ച് വഴിപാടുകൾ അമ്മ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളിനി അവിടെയും കൂടെ പോയിട്ട് വേണം തിരിച്ചു വീട്ടിലേക്ക് പോകാൻ. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ ഉണ്ട്. അടുത്ത എങ്ങോട്ട് പോണു? അടുത്തത് പരിയാനംപറ്റ. ബൈ. ശനിയാഴ്ച ആയതുകൊണ്ട് പ്രതീക്ഷിച്ചത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സമാധാനമായിട്ടും സന്തോഷമായിട്ടും തൊഴുകാനൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 8 മണിയാകുമ്പം തിരിച്ചു പോരുകയാണ്. അമ്മയ്ക്ക് വർക്കുള്ളതുകൊണ്ട് അമ്മ ഞങ്ങളുടെ കൂടെ ബാക്കി വരുന്നുണ്ടാവില്ല. എനിക്ക് ഇവിടുന്ന് പോയിട്ട് വേണം കരിമ്പുഴയുള്ള ബ്രഹ്മീശ്വരം ശിവക്ഷേത്രത്തിലും കൂടെ പോകണം. ഇന്ന് തിരുവാതിരയും കൂടെ ആയതുകൊണ്ട് അവിടെ ഇന്ന് സ്പെഷ്യലാണ്. ഇതാണ് ബ്രഹ്മീശ്വരം അമ്പലം. മട്ടൻ വാങ്ങിച്ചിട്ട് വരാം. വരട്ടെ മോളോ? കിട്ടിയോ? 500 രൂപയ്ക്ക് ആകെ ഉള്ളത് മാത്രമാണ് മോളോ. എനിക്ക് ഷൂറിട്ടി കിട്ടി, ഒറ്റ പീസ്. അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ടാണ്, ഉത്തരത്തിൽ പോയിട്ട് വന്ന് പിന്നെ വന്നിട്ട് പരിയാനംപറ്റ പോയിട്ട് വന്നു. എനിക്ക് സന്തോഷമായി, അമ്മയും ഹാപ്പിയാണ്. ഇനി 2 അമ്പലത്തിലോട്ട് പോകണമെന്ന് തോന്നി. ഒന്ന് എവിടെ, അയ്യപ്പൻകാവ് വിളക്കല്ല തൊട്ടി അയ്യപ്പൻകാവ്, പിന്നെ വന്നിട്ട് കാരക്കുറിശി അമ്മൻ്റെ വീട്ടിൻ്റെ അമ്പലമാണിത്. അവിടെ 2 പോയിട്ട് വരുന്ന. അത് അടുത്ത ആഴ്ച എന്തെങ്കിലും പോകാം. പിന്നെ എനിക്ക് ആകെയുള്ള വിഷമം എൻ്റെ വൈഫ് ഫുഡ് കഴിച്ചിട്ടില്ല ഇതുവരെ. അതാണ് ഒരു വിഷമമായത്. അതുകൊണ്ട് ഞങ്ങൾ ശ്രീധർ പറഞ്ഞിട്ടുള്ള ഹോട്ടലിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഞങ്ങൾ മസാല ദോശയും പിന്നെ പൂരിയും പറഞ്ഞിട്ടുണ്ട്. ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഉച്ചയ്ക്ക് മട്ട ഒരു 1/2 കിലോ വാങ്ങിച്ചു, അതും ചെയ്യാം. ഹാപ്പി ആയിരുന്നു. മസാല ദോശ വെയിറ്റിംഗ്. അതെ, എനിക്ക് പൂരിയും കിഴങ്ങും പിന്നെ വന്നിട്ട് ഉഴുന്നുവടയും നല്ല കോമ്പിനേഷനാണ്, ഭയങ്കര ഇഷ്ടമാണ്. കറി ഒഴിക്കൽ നിർത്തിയിട്ട് കഴിക്കേണ്ട വിചാരിച്ച കറി ഒഴിച്ചുകൊണ്ടിരിക്കും. നമ്മുടെയൊക്കെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ചെറിയ വളകാപ്പും കൂടി പ്ലാനിലുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓർണമെൻറ്റ്സ് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്.
വീട്ടിലെത്തുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഞങ്ങൾ ഫാൻസിയിലൊന്ന് കയറിയത്.